100 വർഷങ്ങൾക്ക് മുമ്പ് ലോകം എന്തിനൊക്കെയാണ് എണ്ണ ഉപയോഗിച്ചിരുന്നത് എന്നറിഞ്ഞാൽ ഇന്ത്യയും റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ആ ബന്ധത്തിന് അത്രമേൽ പഴക്കമുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യക്ക് എത്ര എണ്ണ എന്തിനൊക്കെ വേണമെന്ന് തീരുമാനിച്ചിരുന്നത് സ്വാഭാവികമായും ബ്രിട്ടീഷ് സർക്കാരായിരുന്നു. ഇറാനിൽ നിന്നോ റഷ്യയിൽ നിന്നോ എണ്ണ വാങ്ങേണ്ടതെന്ന് അന്നവർക്ക് തീരുമാനിക്കാമായിരുന്നു. ആ മുൻഗണനകളെ വെല്ലുവിളിച്ച് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം കഥകളാകെ മാറി. ആ കഥ ഇന്ന് ലോകത്തിന്റെ ഓയിൽ പൊളിറ്റിക്സിൽ നിർണായകമായ ഇറക്കുമതി ചുങ്കം തർക്കങ്ങളിലും അകപ്പെട്ടിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് മനുഷ്യർ പെട്രോളിയം എണ്ണ വ്യാവസായിക ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ ലോകമെമ്പാടും എണ്ണ പര്യവേക്ഷണങ്ങൾ നടന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലും ഭൂമി കുഴിച്ചു നോക്കി. 1889 അസമിൽ എണ്ണ കണ്ടെത്തി. അതോടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യയിലെ ആദ്യകാല രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. 1886 ഇംഗ്ലണ്ടിലെ ഗ്ലാസ്ഗോയിൽ സ്ഥാപിക്കപ്പെട്ട ബർമ ഓയിൽ കമ്പനി പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ അസമിലെ പെട്രോളിയം ശേഖരം ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ അതിവേഗം നീങ്ങി. കൊളോണിയൽ ഇന്ത്യയിലും 1937 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബർമയിലും എണ്ണ പര്യവേക്ഷണം, ഉൽപ്പാദനം, ശുദ്ധീകരണം എന്നിവയിൽ ബർമ ഓയിലിന് കുത്തകാവകാശമുണ്ടായിരുന്നു. ഈ കമ്പനി ഇന്ത്യൻ ആഭ്യന്തര വിപണിക്ക് ആവശ്യമായ എണ്ണ നൽകുക മാത്രമല്ല, ഏഷ്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് കയറ്റുമതിയും നടത്തി. 1901 അസമിലെ ദിഗ്ബോയിൽ സ്ഥാപിച്ച എണ്ണ ശുദ്ധീകരണശാല ലോകത്തിലെ ഏറ്റവും പഴയ പ്രവർത്തനക്ഷമമായ ശുദ്ധീകരണശാലകളിൽ ഒന്നായിരുന്നു. ബർമ ഓയിൽ കൂടാതെ പിന്നീട് ബ്രിട്ടീഷ് പെട്രോളിയം അഥവാ BP ആയി മാറിയ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയും ഇന്ത്യൻ വിപണിയിലേക്ക് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1920കളിലും 30കളിലും ഇന്ത്യയിൽ എണ്ണ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വ്യവസായത്തിനും റെയിൽവേക്കും സൈനിക ആവശ്യങ്ങൾക്കുമായാണ്. വാഹനങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ തുടങ്ങിയപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണയിൽ നിയന്ത്രണം വേണമെന്ന് ബ്രിട്ടന് തോന്നിത്തുടങ്ങി. ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ഇറക്കുമതി അവർ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാക്കി. പ്രത്യേകിച്ച് ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് പെട്രോളിയം എണ്ണ ശുദ്ധീകരിച്ചും അല്ലാതെയും എത്തിയിരുന്നത്. ഈ ക്രമീകരണം മൂലം ബ്രിട്ടീഷ് കമ്പനികൾ ഇന്ത്യയുടെ എണ്ണ വിപണിയിൽ കുത്തക സ്ഥാപിച്ചു. സോവിയറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളില്ലാതാക്കി. ഏതാണ്ട് ഇതേ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ എണ്ണ വ്യവസായം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ലോകത്തിലെ ഏറ്റവും മികച്ച എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അസർബൈജാനിലെ ബാക്കു എണ്ണപ്പാടങ്ങൾ. സാറിസ്റ്റ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ നോബൽ സഹോദരന്മാർ, റോത്ത്ചൈൽഡ്സ് തുടങ്ങിയ വിദേശ സംരംഭകരായിരുന്നു കോക്കസസ് മേഖലയിലെ എണ്ണ ഉൽപ്പാദനവും കയറ്റുമതിയും നിയന്ത്രിച്ചിരുന്നത്. 1900-ന്റെ തുടക്കത്തിൽ ബാക്കുവിലെ എണ്ണപ്പാടങ്ങൾ അമേരിക്കൻ ഉൽപ്പാദകരുമായി മത്സരിച്ച് ലോകത്തിന് അന്ന് ആവശ്യമുള്ളതിന്റെ പകുതിയിലേറെ എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നു. 1917 റഷ്യൻ വിപ്ലവം ഈ സാഹചര്യത്തെ സമൂലമായി മാറ്റിമറിച്ചു. ബോൾഷെവിക് സർക്കാർ എണ്ണ വ്യവസായം ദേശസാൽക്കരിക്കുകയും വിദേശ കമ്പനികളെ പുറത്താക്കുകയും ചെയ്തു. എണ്ണ ഉൽപ്പാദനം കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കി. 1920 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ എണ്ണ വ്യവസായം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കി. ഉൽപ്പാദനം ബാക്കു, ഗ്രോസ്നി, മൈക്കോപ്പ് തുടങ്ങിയ കോക്കസസ് മേഖലയിൽ കേന്ദ്രീകരിച്ചു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ വോൾഗ, യുറാൾ മേഖലയിലും പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തി. ബഹുരാഷ്ട്ര കമ്പനികളിലൂടെ എണ്ണയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയിരുന്ന അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വ്യത്യസ്തമായി സോവിയറ്റ് യൂണിയൻ പ്രധാനമായും ആഭ്യന്തര ഉപയോഗത്തിനും സോഷ്യലിസ്റ്റ് സഖ്യകക്ഷികൾക്കുമാണ് മുൻഗണന നൽകിയിരുന്നത്. ആഗോള വിപണികൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഊർജ്ജ സ്വയംപര്യാപ്തത നിലനിർത്തുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മോസ്കോയ്ക്ക് ദൂരദേശങ്ങളായ ഇന്ത്യ പോലുള്ള വിപണികളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനുള്ള പൈപ്പ് ലൈനുകളോ മറ്റു താൽപ്പര്യങ്ങളോ ഇല്ലാതിരുന്നതിനാൽ കയറ്റുമതി പ്രധാനമായും കിഴക്കൻ യൂറോപ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് പങ്കാളികളിലേക്കും മാത്രമായി പരിമിതപ്പെടുത്തി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എണ്ണ ഗതാഗതം പ്രധാനമായും പൈപ്പ് ലൈനുകളെയും ചെറിയ ദൂരം താണ്ടുന്ന ടാങ്കർ കപ്പലുകളെയും ആശ്രയിച്ചാണ് നടന്നിരുന്നത്. കരിങ്കടൽ, കാസ്പിയൻ കടൽ എന്നിവിടങ്ങളിലൂടെ യൂറോപ്പിലേക്കായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പ്രധാന എണ്ണ കയറ്റുമതി. അതേസമയം ഇന്ത്യയുടെ എണ്ണ വിതരണം ബർമ, മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് വന്നിരുന്നത്. സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിൽ ഒരു സമുദ്ര എണ്ണ വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നത് സാമ്പത്തികമായി ലാഭകരമായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ സൈനിക താവളമെന്ന നിലയിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടായിരുന്നതിനാൽ എണ്ണയുടെ ആവശ്യം വളരെ വർദ്ധിച്ചു. 1942 ജപ്പാൻ ബർമ പിടിച്ചെടുത്തതോടെ ആ വഴി ഇന്ത്യയിലേക്ക് എണ്ണ വരുന്നത് അവസാനിച്ചു. പകരം ബ്രിട്ടീഷുകാർ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുതിയൊരു പാത തുറന്നു. ഈ കാലം സോവിയറ്റ് യൂണിയൻ ജർമ്മൻ സേനയുമായി നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിലായിരുന്നു. നേരിട്ടുള്ള എണ്ണ വ്യാപാരം ഇല്ലായിരുന്നെങ്കിലും 1947 മുൻപുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ചില പരോക്ഷവും പ്രതീകാത്മകവുമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഇന്ത്യൻ നേതാക്കൾ സോവിയറ്റ് വ്യവസായവൽക്കരണ ശ്രമങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എണ്ണയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്ന പിന്നോക്കം നിൽക്കുന്ന ഒരു കാർഷിക സമൂഹത്തിൽ നിന്ന് ഒരു വ്യാവസായിക ശക്തിയായി മാറാനുള്ള സോവിയറ്റ് യൂണിയന്റെ കഴിവിനെ നെഹ്റു അഭിനന്ദിച്ചിരുന്നു. ഈ ഇന്ത്യ റഷ്യ ഭായ് ഭായ് മനോഭാവം വളർന്നിരുന്നത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ലെങ്കിലും
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പരിധിയില്ലാതെ സൈനികാവശ്യത്തിന് എണ്ണ ഇറക്കുമതി ചെയ്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് മേൽ കടം കുന്നുകൂട്ടി. സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന പാശ്ചാത്യ എണ്ണഭീമന്മാരായ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി, സ്റ്റാൻഡേർഡ് ഓയിൽ, റോയൽ ഡച്ച് ഷെൽ എന്നിവരാണ് ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവന്നത്. ഇന്ത്യൻ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിലും ഇതെല്ലാം അടിച്ചമർത്തപ്പെട്ടു. സ്വാതന്ത്ര്യം ലഭിച്ച് 20 വർഷത്തിലേറെ എടുത്തു ഇന്ത്യക്ക് ഈ കടങ്ങളെല്ലാം വീട്ടിത്തീർക്കാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ശീതയുദ്ധകാലത്തിന്റെ ആരംഭത്തിലാണ്. 2 തിരഞ്ഞെടുപ്പുകളെ അന്നുള്ളൂ. ഒന്നുകിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ അമേരിക്ക. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം ഏതാണ്ട് 0 ലിറ്ററായിരുന്നുവെന്ന് പറയാം. അസമിൽ എണ്ണ കണ്ടെത്തിയതിനു ശേഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ പെട്രോളിയം പര്യവേക്ഷണം തുച്ഛമായിരുന്നു. റിഫൈനിംഗ് ശേഷി പരിമിതവും. വർദ്ധിച്ചുവരുന്ന വ്യാവസായിക ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യം ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കാര്യമായി ആശ്രയിച്ചു. ബർമ ഓയിൽ, സ്റ്റാൻഡേർഡ് ഓയിൽ, ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി തുടങ്ങിയ പ്രധാന അന്താരാഷ്ട്ര എണ്ണ കമ്പനികൾ ഈ മേഖലയിൽ ആധിപത്യം പുലർത്തിയിരുന്നതിനാൽ വിലനിർണ്ണയം, ശുദ്ധീകരണം, പര്യവേക്ഷണം എന്നിവയിൽ ഇന്ത്യക്ക് കാര്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഈ ആശ്രയത്വം നെഹ്റുവിന് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരമാധികാര കാഴ്ചപ്പാട് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, ഹെവി ഇൻഡസ്ട്രികൾ, ഊർജ്ജ സുരക്ഷ എന്നിവയിൽ അധിഷ്ഠിതമാണ്. പാശ്ചാത്യ എണ്ണഭീമന്മാർ സാങ്കേതികവിദ്യ പങ്കുവയ്ക്കാനോ നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ മടിച്ച മേഖലകളിൽ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറായ ഒരു പങ്കാളിയായി സോവിയറ്റ് യൂണിയൻ ഉയർന്നുവന്നത് ഈ സാഹചര്യത്തിലാണ്. 1955 സോവിയറ്റ് പ്രധാനമന്ത്രി നികിത ക്രൂഷ്ചേവ് ഇന്ത്യ സന്ദർശിച്ചതാണ് വഴിത്തിരിവായത്. ഇന്ത്യയുടെ വ്യവസായവൽക്കരണ പദ്ധതിക്ക് സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് നിരവധി ഇൻഡോ സോവിയറ്റ് കരാറുകൾ ഒപ്പുവയ്ക്കപ്പെട്ടു. മിക്ക ചർച്ചകളും സ്റ്റീൽ പ്ലാന്റുകൾ, യന്ത്രനിർമ്മാണം, പ്രതിരോധ സഹകരണം എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിലും ഊർജ്ജ സുരക്ഷ നെഹ്റു-ക്രൂഷ്ചേവ് സംഭാഷണങ്ങളുടെ ആണിക്കല്ലായിരുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ പെട്രോളിയം ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് എണ്ണ പര്യവേക്ഷണം, ശുദ്ധീകരണം, പരിശീലനം എന്നിവയിൽ സോവിയറ്റ് യൂണിയൻ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തു. ലാഭത്തിന് മുൻഗണന നൽകുകയും പലപ്പോഴും സാങ്കേതിക കൈമാറ്റത്തെ എതിർക്കുകയും ചെയ്ത പാശ്ചാത്യ എണ്ണ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി സോവിയറ്റ് യൂണിയൻ ഇളവുകളോടുകൂടിയ വായ്പകളും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിശീലന പരിപാടികളും നൽകി. ഈ സമീപനം നെഹ്റുവിന്റെ സ്വയം പര്യാപ്തതയ്ക്കും സർക്കാർ നേതൃത്വത്തിലുള്ള വ്യവസായവൽക്കരണത്തിനും മുൻഗണന നൽകിയുള്ള വികസന തത്വശാസ്ത്രത്തിന് അനുസൃതമായിരുന്നു. ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരം വളരെ കുറവായിരുന്നെങ്കിലും ആഴത്തിലുള്ള ഒരു ഊർജ്ജ പങ്കാളിത്തത്തിന് അടിത്തറയിട്ടു. ഉടനടി വാണിജ്യപരമായ ഇടപാടുകൾ എന്നതിലുപരി ഇന്ത്യയെ ക്രമേണ പാശ്ചാത്യ എണ്ണഭീമന്മാരെ ആശ്രയിക്കാത്ത ഒരു രാജ്യമാക്കി മാറ്റാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളും ശേഷികളും കെട്ടിപ്പടുക്കുന്നതിലായിരുന്നു ഊന്നൽ. സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ നന്മ മാത്രം ആഗ്രഹിച്ച സുഹൃത്തായിരുന്നു. 1950കളിലും 60കളിലും സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന 1956 സ്ഥാപിതമായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ അഥവാ ONGCയുടെ വികസനമായിരുന്നു. അക്കാലത്ത് ഇന്ത്യയുടെ എണ്ണ പര്യവേക്ഷണ ശ്രമങ്ങൾ പ്രാഥമിക ഘട്ടത്തിലാണ്. പാശ്ചാത്യ സ്ഥാപനങ്ങൾ ഇന്ത്യയെ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള പര്യവേക്ഷണ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതിൽ താൽപര്യം കാണിച്ചില്ല. സോവിയറ്റ് യൂണിയൻ ONGCയുടെ രൂപീകരണത്തിനും വികസനത്തിനും എല്ലാ തരത്തിലുമുള്ള പിന്തുണ വാഗ്ദാനം ചെയ്തു. സോവിയറ്റ് ഭൂഗർഭ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഇന്ത്യൻ സഹപ്രവർത്തകർക്ക് പരിശീലനം നൽകുകയും ആധുനിക സീസ്മിക് സർവേ ടെക്നിക്കുകൾ പരിചയപ്പെടുത്തുകയും ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും ചെയ്തു. ഗുജറാത്ത്, അസം തുടങ്ങിയ പ്രദേശങ്ങളിൽ പര്യവേക്ഷണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ സോവിയറ്റുകാർ ഡിസൈൻ ചെയ്ത ഉപകരണങ്ങൾ ONGCയെ സഹായിച്ചു. 1956 പ്രധാനമന്ത്രി നെഹ്റു 3000-ഓളം ഇന്ത്യൻ എഞ്ചിനീയർമാരെ ഉന്നത പരിശീലനത്തിനായി USSRലേക്ക് അയച്ചു. അതേസമയം ONGC ജീവനക്കാർക്ക് ഉപദേശം നൽകുന്നതിനായി സോവിയറ്റ് വിദഗ്ധരെ ഇന്ത്യയിലും വിന്യസിച്ചു. ഈ സാങ്കേതിക സഹായം വെറും ഇടപാടുകൾക്കപ്പുറമായിരുന്നു. ഇത് എണ്ണ സഹകരണത്തെ ഒരു വിപുലമായ വികസനപരവും രാഷ്ട്രീയവുമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായി കാണാനുള്ള ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ തിരഞ്ഞെടുപ്പായിരുന്നു. പര്യവേക്ഷണത്തിന് സമാന്തരമായി ഇന്ത്യയുടെ റിഫൈനിംഗ് ശേഷി വികസിപ്പിക്കാനും സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് സഹായം നൽകി. 1960കളിലും 70കളിലും 3 പ്രധാന റിഫൈനറികൾ ബീഹാറിലെ ബറോണി, ഉത്തർപ്രദേശിലെ മഥുര, ഗുജറാത്തിലെ കൊയാലി എന്നിവിടങ്ങൾ സോവിയറ്റ് സഹായത്തോടെയാണ് ഇന്ത്യ വികസിപ്പിച്ചത്. 1964 കമ്മീഷൻ ചെയ്ത ബറോണി റിഫൈനറി സോവിയറ്റ് സഹായത്തോടെ നിർമ്മിച്ച ഒരു സുപ്രധാന പദ്ധതിയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഇത് ഒരു നിർണായക പങ്ക് വഹിച്ചു. ഈ പദ്ധതികൾ വെറും വ്യാവസായിക പ്ലാന്റുകൾ മാത്രമായിരുന്നില്ല. പാശ്ചാത്യ എണ്ണ കമ്പനികളിൽ നിന്ന് നിയന്ത്രണം തിരികെ പിടിക്കാനും എണ്ണ ശൃംഖലയിലെ ഒരു സുപ്രധാന കണ്ണിയായ റിഫൈനിംഗ് ദേശീയ അധികാര പരിധിയിൽ നിലനിർത്താനും ഇന്ത്യ നടത്തിയ ആദ്യകാല ശ്രമങ്ങളായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് അപ്പോഴും ഇന്ത്യയിലേക്ക് എണ്ണ എത്തിയിരുന്നില്ല. കാരണം സോവിയറ്റ് എണ്ണ ഉൽപ്പാദനം യുറാലിലും സൈബീരിയയിലും കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. ഇവിടെ നിന്നുള്ള പൈപ്പ് ലൈനുകളെല്ലാം കിഴക്കൻ യൂറോപ്പിലേക്കായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിതരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് ക്രൂഡ് കപ്പലിൽ എത്തിക്കുന്നത് സാങ്കേതികമായി സങ്കീർണവും ചെലവേറിയതുമായിരുന്നു.
വാഴ്സ ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കും കിഴക്കൻ ബ്ലോക്കിലെ കോമിക്കോൺ സഖ്യകക്ഷികൾക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്നതിനായിരുന്നു സോവിയറ്റ് യൂണിയൻ മുൻഗണന നൽകിയത്. അവിടെ വ്യാപാരം ഒരു ആസൂത്രിത ചട്ടക്കൂടിനുള്ളിലായിരുന്നു നടന്നത്. സൗഹൃദപരമായിരുന്നെങ്കിലും ഇന്ത്യ ഈ ബ്ലോക്കിന് പുറത്തായിരുന്നു. അതിനാൽ ഇളവുകളോടുകൂടിയ പരിമിതമായ വിതരണങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. ഭൂമിശാസ്ത്രപരമായ സാമീപ്യം, കുറഞ്ഞ ഗതാഗത ചെലവുകൾ, നിലവിലുള്ള വ്യാപാര ബന്ധങ്ങൾ എന്നിവ മിഡിൽ ഈസ്റ്റേൺ വിതരണക്കാരെ, പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ്, കുവൈറ്റ് എന്നിവരെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ പ്രാഥമിക ഉറവിടങ്ങളാക്കി. അതുകൊണ്ട് ഇന്ത്യ ചെറിയ അളവിൽ സോവിയറ്റ് ക്രൂഡും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്തിരുന്നെങ്കിലും ഇത് മൊത്തം ഉപഭോഗത്തിന്റെ ചെറിയ ഭാഗം മാത്രമായിരുന്നു. ഇൻഡോ സോവിയറ്റ് എണ്ണ ബന്ധങ്ങളുടെ ഊന്നൽ വലിയ തോതിലുള്ള വ്യാപാരത്തിലല്ല, മറിച്ച് സാങ്കേതിക കൈമാറ്റം, പരിശീലനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലായിരുന്നു. 1973 എണ്ണ പ്രതിസന്ധി സമയത്ത് ആഗോള എണ്ണ വിപണികൾ പ്രക്ഷുബ്ധമായിരുന്നപ്പോൾ പരിമിതമായിരുന്നെങ്കിലും ഇളവുകളോടുകൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സോവിയറ്റ് യൂണിയന്റെ സന്നദ്ധത ഇന്ത്യക്ക് വിലമതിക്കാനാവാത്തതായി. 1991 ഡിസംബറിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ യൂറേഷ്യയുടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം മാറി. ഏതാണ്ട് അരനൂറ്റാണ്ടുകാലം ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങളെ താങ്ങി നിർത്തിയിരുന്ന ഊർജ്ജ സാമ്പത്തിക വ്യവസ്ഥകളെയും അത് ആഴത്തിൽ മാറ്റിമറിച്ചു. പ്രതിരോധ ഉപകരണങ്ങൾ മുതൽ വ്യാവസായിക സഹായം വരെ എല്ലാം നൽകിയിരുന്ന ഒരു ഏകീകൃത ഭരണകൂടവുമായി ഇടപെട്ട് പരിചയിച്ച ഇന്ത്യക്ക് USSRന്റെ തകർച്ച അനിശ്ചിതത്വത്തിന്റെയും പുനഃക്രമീകരണത്തിന്റെയും ഒരു കാലഘട്ടത്തിന്റെ തുടക്കമായി. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അതിന്റെ ഭൂരിഭാഗം എണ്ണ, പ്രകൃതിവാതക വിഭവങ്ങളും ലഭിച്ചത് റഷ്യക്കായിരുന്നു. പടിഞ്ഞാറൻ സൈബീരിയ, യുറാൾസ്, കാസ്പിയൻ എന്നിവിടങ്ങളെല്ലാം റഷ്യക്കാണ് കിട്ടിയത്. 1988 സോവിയറ്റ് യൂണിയനിൽ പ്രതിദിനം ഏകദേശം 11 ദശലക്ഷം ബാരലായിരുന്ന എണ്ണ ഉൽപ്പാദനം 1990കളുടെ മധ്യത്തോടെ 6 ദശലക്ഷം ബാരലായി കുറഞ്ഞു. റഷ്യക്ക് എല്ലാം ആദ്യമേ തുടങ്ങണം. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയെപ്പോലുള്ള പുതിയ വിദൂര വിപണികൾ വളർത്തുക എന്നതായിരുന്നില്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായി അടുത്തും സോവിയറ്റ് കാലഘട്ടത്തിലെ വിപുലമായ പൈപ്പ് ലൈൻ ശൃംഖലകൾ വഴി ബന്ധിപ്പിക്കപ്പെട്ടതുമായ യൂറോപ്പിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലൂടെ പണത്തിന്റെ ഒഴുക്ക് ഉറപ്പാക്കുക എന്നതായിരുന്നു. ഈ ദശാബ്ദത്തിൽ റഷ്യയുടെ എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 80% യൂറോപ്യൻ വിപണിയിലേക്കായിരുന്നു. 1991 ഇന്ത്യയും ഒരു പ്രതിസന്ധി നേരിട്ടു. രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയാത്ത വിധം കുറഞ്ഞ് പേയ്മെന്റ് ബാലൻസ് തകർച്ചയുടെ വക്കിലാണ്. ഇതിന് മറുപടിയായി പ്രധാനമന്ത്രി PV നരസിംഹറാവുവും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്ന് 1991 ജൂലൈയിൽ ചരിത്രപരമായ സാമ്പത്തിക ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ഇത് ഇന്ത്യയെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനായി തുറന്നിടുകയും ലൈസൻസ് രാജ് ഇല്ലാതാക്കുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണികളുമായി സംയോജിപ്പിക്കുകയും ചെയ്തു. ഈ പരിവർത്തനത്തിൽ എണ്ണയ്ക്ക് ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. പ്രധാനമായും ബോംബെ ഹൈ ഓഫ്ഷോർ ഫീൽഡുകളിൽ നിന്നുള്ള ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം നിശ്ചലമാണ്. വ്യാവസായിക വളർച്ചയും ഉപഭോഗ വർധനവും മൂലം ഊർജ്ജ ആവശ്യം കുതിച്ചുയരുകയും ചെയ്യുന്നു. ഇതോടെ 1990കളിൽ എണ്ണ ഇറക്കുമതിയിലുള്ള ഇന്ത്യയുടെ ആശ്രയത്വം അതിവേഗം വർദ്ധിച്ചു. റഷ്യ ഇപ്പോഴും ഇന്ത്യൻ എണ്ണ വിപണിയുടെ പരിസരത്തെങ്ങുമില്ലാത്ത 1990കളിൽ ഇന്ത്യ അതിന്റെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 70% ഇറക്കുമതി ചെയ്യുകയായിരുന്നുവെന്നതാണ് സത്യം. 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷം UN ഉപരോധങ്ങൾക്കിടയിലും സദ്ദാം ഹുസൈന്റെ കീഴിലുള്ള ഇറാഖ് ഓയിൽ ഫോർ ഫുഡ് പ്രോഗ്രാം വഴി ഇന്ത്യക്ക് നിർണായക പെട്രോളിയം വിതരണക്കാരായി തുടർന്നു. ഇറാഖ് എണ്ണ നൽകും, പകരം ഇന്ത്യ ഗോതമ്പ് നൽകും. സൗദി അറേബ്യ, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇറാൻ എന്നിവയും ഇന്ത്യയിലേക്ക് എണ്ണയൊഴുക്കി. റഷ്യൻ എണ്ണ ഇക്കാലം പസഫിക് ടെർമിനലുകളിൽ നിന്നോ ബ്ലാക്ക് സീയിലെ ചുറ്റിക്കറങ്ങിയുള്ള വഴികളിലൂടെയോ ആണ് യൂറോപ്പിലേക്കടക്കം എത്തിയിരുന്നത്. ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണയെത്തുന്നത് ചിന്തിക്കാനാവാത്ത വിധം മുതൽ മുടക്ക് വേണ്ടുന്ന ഒന്നാണെന്ന് സാരം. ചൈനയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കാൻ കഴിയുന്ന ഈസ്റ്റേൺ സൈബീരിയൻ പസഫിക് ഓഷ്യൻ പൈപ്പ് ലൈൻ എന്ന എസ്പോ ലൈൻ അന്ന് യാഥാർത്ഥ്യമായിട്ടില്ല. ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാമോ എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ബോറിസ് യെൽസിന്റെ റഷ്യ നിസ്സഹായതയോടെ കൈമലർത്തുകയായിരുന്നു. അതിനിടെ ചെറിയ കൊടുക്കൽ വാങ്ങലുകളെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നു. റഷ്യൻ വ്യാപാരികൾ ഇടയ്ക്കിടെ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എന്നിവയ്ക്ക് ക്രൂഡ് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സ്പോട്ട് കാർഗോകൾ വിറ്റിരുന്നു. ചിലപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പി, റഷ്യൻ റൂബിൾ ക്രെഡിറ്റ് ക്ലിയറൻസിന് വേണ്ടി മാത്രം റഷ്യൻ ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ക്രൂഡുമായി എത്തി. ഇതെല്ലാം കൊണ്ടാണ് ഊർജ്ജ നയതന്ത്ര ചരിത്രകാരന്മാർ 1990കളെ ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തിലെ നഷ്ടപ്പെട്ട ദശാബ്ദം അഥവാ ലോസ്റ്റ് ഡീക്കേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും പരസ്പര പൂരകമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. റഷ്യ വൈവിധ്യമാർന്ന വിപണികൾ തേടി, ഇന്ത്യക്ക് വൈവിധ്യമാർന്ന വിതരണക്കാരെ ആവശ്യമായിരുന്നു. എന്നിട്ടും നിരവധി അവസരങ്ങൾ നഷ്ടപ്പെട്ടു. മധ്യേഷ്യയിൽ പുതുതായി സ്വതന്ത്രമായ രാജ്യങ്ങളായ കസാഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവ അവരുടെ ഊർജ്ജശേഖരം ലോകത്തിനായി തുറന്നപ്പോൾ കാസ്പിയൻ എണ്ണയ്ക്കായി ഇന്ത്യ പങ്കാളിത്തത്തിന് ശ്രമിച്ചിരുന്നു. അതും നടപ്പായില്ല. 1990കളുടെ മധ്യത്തിൽ ഫാർ ഈസ്റ്റ് സഖാലിനിലെ റഷ്യൻ എണ്ണ പ്രകൃതിവാതക പദ്ധതികൾ വിദേശ നിക്ഷേപത്തിനായി തുറന്നു. എന്നിട്ടും സഖാലിൻ 1ൽ ഇന്ത്യക്ക് പ്രവേശിക്കാനായത് 2001 മാത്രമാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് 10 വർഷങ്ങളും.
ഇന്ത്യക്ക് മാത്രമല്ല, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന എന്നിവർക്കെല്ലാം റഷ്യൻ എണ്ണ അക്കാലത്ത് കിട്ടാക്കനിയായിരുന്നു. എന്നാൽ സഖാലിനെ പോലുള്ള റഷ്യയുടെ ഫാർ ഈസ്റ്റ് പദ്ധതികളുമായി ജപ്പാനും ദക്ഷിണ കൊറിയയും ഭൂമിശാസ്ത്രപരമായി അടുത്താണ്. ചൈനയ്ക്ക് റഷ്യയുമായി നീണ്ട കര അതിർത്തിയുണ്ട്. ഇതോടെ ഇരുവരും കരവഴിയുള്ള പൈപ്പ് ലൈൻ സാധ്യതകളും ആരംഭിച്ചു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടപ്പോഴും ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ചെലവേറിയ എണ്ണ മാത്രം ആശ്രയിച്ചു. 1993 മോസ്കോയും ഡൽഹിയും അതിന്റെ രണ്ടാം ഘട്ട സൗഹൃദ സഹകരണ ഉടമ്പടി ഒപ്പുവെച്ചു. തുടർന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഏകദേശം 70% റഷ്യയാണ് വിതരണം ചെയ്തത്. അപ്പോഴും റഷ്യൻ എണ്ണ അകന്നു നിന്നു. 1997 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയും റഷ്യൻ റൂബിളിന്റെ തകർച്ചയും ഒരുമിച്ചാണെത്തിയത്. പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അന്ന് മോസ്കോയിലേക്ക് അയച്ച സന്ദേശങ്ങൾ പ്രസിദ്ധമാണ്. എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും സഹകരിച്ചുകൂടെ എന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രധാന ആവശ്യം. ഇരുകൂട്ടരും ഉഭയകക്ഷി തലത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും എണ്ണ വന്നില്ല. 21ാം നൂറ്റാണ്ട് പിറന്നത് പുതിയ പ്രതീക്ഷകളുമായിട്ടാണ്. 2000 വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ അധികാരമേറ്റു. 1990കളിലെ സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്ന് മെല്ലെ കരകയറിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എണ്ണയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പുടിൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. റഷ്യയുടെ കയറ്റുമതി വരുമാനത്തിന്റെ പകുതിയിലധികം ഇതിൽ നിന്നായിരുന്നു. പുടിൻ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളായ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും നോക്കി. ഈ സമയം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിൽ ഇന്ത്യ ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മെല്ലെ വളരാൻ തുടങ്ങി. മെല്ലെയെന്നല്ല, അക്കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിലാണ്. അക്കങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് ഇരട്ടിച്ചത്. അതോടൊപ്പം 1990കളുടെ മധ്യത്തിൽ പ്രതിദിനം 2 ദശലക്ഷം ബാരലായിരുന്ന ഇന്ത്യയുടെ എണ്ണ ഉപഭോഗവും ഇരട്ടിയായി കൂടി. ആഭ്യന്തര ഉൽപ്പാദനം സ്തംഭനാവസ്ഥയിലായിരുന്നതിനാൽ ഇന്ത്യയുടെ 70%-ലധികം അസംസ്കൃത എണ്ണയും ഇറക്കുമതി ചെയ്യുകയാണ്. ഊർജ്ജ സുരക്ഷ ഒരു പ്രധാന നയപരമായ ആശങ്കയായി ഇന്ത്യ തിരിച്ചറിഞ്ഞു. റഷ്യയില്ലാതെ മുന്നോട്ട് നീങ്ങാനാവില്ലെന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തന്റെ മോസ്കോ സന്ദർശനത്തിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ അവസാനം 2001 ഇന്ത്യയും റഷ്യയും ഊർജ്ജ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. ONGC വിദേശ് ലിമിറ്റഡ് പോലുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് റഷ്യൻ കമ്പനികളുമായി പരിപൂർണ സഹകരണം ഉറപ്പാക്കുന്ന അപ്സ്ട്രീം പര്യവേക്ഷണം, ശുദ്ധീകരണ സാങ്കേതികവിദ്യയിലും വിതരണത്തിലും സഹകരണം ഉറപ്പാക്കുന്ന ഡൗൺസ്ട്രീം പര്യവേക്ഷണം എന്നീ 2 തൂണുകളിലാണ് ഈ കരാറുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇതിനൊപ്പം ഇന്ത്യയുടെയും റഷ്യയുടെയും ഊർജ്ജ മന്ത്രാലയങ്ങൾ തമ്മിൽ പതിവായി കൂടിയാലോചനകൾ നടത്താൻ തീരുമാനിച്ചു. 2001 കരാറിന്റെ ഏറ്റവും പ്രധാന നേട്ടം സഖാലിൻ-1 പദ്ധതിയിലെ ONGC വിദേശ് ലിമിറ്റഡിന്റെ നിക്ഷേപമായിരുന്നു. റഷ്യയുടെ പസഫിക് മേഖലയിൽ വടക്കൻ പസഫിക്കിലെ സഖാലിൻ ദ്വീപിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന സഖാലിൻ-1 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക പദ്ധതികളിൽ ഒന്നായിരുന്നു. എക്സോൺ മൊബിലിന്റെ പ്രവർത്തന ചുമതലയിൽ റഷ്യയുമായി ഒരു ഉൽപ്പാദന പങ്കാളിത്ത കരാർ എന്ന നിലയിലാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. പദ്ധതിക്ക് 2.3 ബില്യൺ ബാരൽ എണ്ണയും 17 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് വാതകവും ഉൾപ്പെടെ വലിയ കരുതൽ ശേഖരമുണ്ടായിരുന്നു. 2001 15,000 കോടി രൂപ മുടക്കി സഖാലിൻ-1 ഇന്ത്യ 20% ഓഹരിയെടുത്തു. അക്കാലത്ത് ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിദേശ ഊർജ്ജ നിക്ഷേപമായിരുന്നു. ഇന്ത്യക്ക് സഖാലിൻ-1 ഓഹരിയെടുത്തത് നിരവധി സാധ്യതകളാണ് നൽകിയത്. ഇന്ത്യ ഇപ്പോൾ സഖാലിന്റെ ഉടമസ്ഥരിൽ ഒരാളാണ്. അതായത് ഉൽപ്പാദനത്തിന്റെ ഒരു ഓഹരി ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ്. ഇത് വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ ആശ്രയിക്കാതെ എണ്ണയുടെ ലഭ്യത ഉറപ്പാക്കി. 2006 ഉൽപ്പാദനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ സഖാലിൻ-1 നിന്നുള്ള ഓഹരിയിൽ നിന്ന് പ്രതിദിനം ഏകദേശം 50,000 ബാരൽ എണ്ണ വെച്ച് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ഇതൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ലായിരുന്നു. ദീർഘകാല വിതരണം സുരക്ഷിതമാക്കാൻ ഇന്ത്യ വിദേശത്ത് നിക്ഷേപിക്കുമെന്നുള്ള ഒരു തന്ത്രപരമായ ഉറപ്പായിരുന്നു. പിന്നീട് സുഡാൻ, വെനിസ്വേല, ബ്രസീൽ എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യ ONGC വിദേശ് ലിമിറ്റഡ് വഴി ഇതേ തന്ത്രം ആവർത്തിച്ചു. സഖാലിൻ-1 തന്ത്രപരമായ മൂല്യം ഉണ്ടായിരുന്നിട്ടും കാര്യമായ വെല്ലുവിളികളും തലപൊക്കി. റഷ്യയുടെ പസഫിക് മേഖലയിലാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണ്. സഖാലിനിൽ നിന്ന് ഇന്ത്യൻ ശുദ്ധീകരണശാലകളിലേക്ക് അസംസ്കൃത എണ്ണ കൊണ്ടുപോകുന്നതിന് ദീർഘദൂര കപ്പൽപാതകൾ ആവശ്യമായിരുന്നു. അത് പലപ്പോഴും കിഴക്കൻ ഏഷ്യൻ തുറമുഖങ്ങൾ വഴിയും. ഇതിന് വിപരീതമായി സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ പശ്ചിമേഷ്യൻ വിതരണക്കാർ ഭൂമിശാസ്ത്രപരമായി അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വില കുറഞ്ഞതും വേഗതയേറിയതുമായി വിതരണം വാഗ്ദാനം ചെയ്തു. അതോടെ സഖാലിനിൽ ഉടമസ്ഥാവകാശമുണ്ടായിട്ടും റഷ്യയിൽ നിന്നുള്ള നേരിട്ടുള്ള ക്രൂഡ് ഇറക്കുമതി വളരെ കുറഞ്ഞു. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 1% താഴെ മാത്രം. ഇന്ത്യയുടെ ഓഹരിയായി സഖാലിനിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയുടെ ഭൂരിഭാഗവും ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുകയാണ് അക്കാലത്ത് ചെയ്തിരുന്നത്. സഖാലിൻ കൊണ്ട് മാത്രം ഇന്ത്യ നിർത്തിയില്ല. റോസ്നെഫ്റ്റ്, ഗാസ്പ്രോം തുടങ്ങിയ റഷ്യൻ കമ്പനികൾ സൈബീരിയയിലും കാസ്പിയൻ മേഖലയിലും എണ്ണ പര്യവേക്ഷണ സാധ്യതകളെക്കുറിച്ച് ഇന്ത്യൻ പങ്കാളികളുമായി സംഭാഷണങ്ങൾ ആരംഭിച്ചു. ഈ ചർച്ചകളിൽ പലതും ഉടനടി യാഥാർത്ഥ്യമായില്ലെങ്കിലും വാങ്കോർ, ടാസ്, യൂറിയാഖ് മേഖലകളിലെ എണ്ണ ഇന്ത്യക്ക് അടങ്കലെടുക്കാനുള്ള ഇടപാടുകൾക്ക് ഇത് അടിത്തറയിട്ടു. റഷ്യയുമായി വ്യാപാരം മുറുകുന്നതിനിടെ ഇന്ത്യ റഷ്യ വ്യാപാര കമ്മീഷൻ അഥവാ IRIGC-TEC യാഥാർത്ഥ്യമായി. പെട്രോളിയം വിലയിലെ ചാഞ്ചാട്ടം, ഒപെക് രാഷ്ട്രീയം, പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സങ്ങൾ എന്നിവയിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുമെന്ന് റഷ്യ ഈ കരാറിൽ ആവർത്തിച്ച് വ്യക്തമാക്കി.
ഇക്കാലത്ത് റഷ്യ നാറ്റോ സഖ്യത്താൽ കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു. ഇന്ത്യയെപ്പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യം തങ്ങൾക്കൊപ്പം വേണമെന്ന് റഷ്യ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഏത് വിട്ടുവീഴ്ചയ്ക്കും റഷ്യ ഒരുക്കമായിരുന്നു. അക്കാലത്ത് വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് റഷ്യ സന്ദർശിക്കാനുള്ള നീക്കം വരെയുണ്ടായി. രസകരമായ വസ്തുത, ഇന്ത്യയുടെ സഖാലിൻ 1 പങ്കാളിത്തം അമേരിക്കൻ കുത്തകയായ എക്സോൺ മൊബൈൽ അടക്കമുള്ള ഒരു കൂട്ടായ്മയിലായിരുന്നു. ഇത് US കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കുന്നതായതിനാൽ അമേരിക്കയ്ക്കും ഇന്ത്യ പ്രിയപ്പെട്ടതായി. 2010 മുതലുള്ള 5 വർഷം ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6 മുതൽ 8% വരെയായിരുന്നു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിനുള്ള ആവശ്യം കുതിച്ചുയർന്നു. 2015ഓടെ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായി ഇന്ത്യ ജപ്പാനെ മറികടന്നു. എന്നാൽ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. ഇന്ത്യ പതിവായി എണ്ണ വാങ്ങുന്ന മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയവും ഇതിനിടെ മാറി. ഇറാനെതിരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ചു. സൗദി അറേബ്യ അടക്കം കുത്തക മനോഭാവത്തിൽ പെരുമാറാൻ തുടങ്ങി. ഇന്ത്യ വീണ്ടും പുടിനുമായി സംസാരിച്ചു. അങ്ങനെയാണ് വാങ്കോർ എണ്ണപ്പാടത്തിൽ ഇന്ത്യ നിക്ഷേപിക്കുന്നത്. കിഴക്കൻ സൈബീരിയയിലെ വാങ്കോറിൽ 1988ലാണ് എണ്ണ കണ്ടെത്തുന്നത്. 2009 റോസ്നെഫ്റ്റ് കമ്പനി പൂർണ്ണ ഉൽപ്പാദനത്തിലെത്തിച്ച വാങ്കോർ അതിവേഗം റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ആസ്തികളിൽ ഒന്നായി മാറി. ഇവിടെ 2.5 ബില്യൺ ബാരലിലധികം എണ്ണയുണ്ടെന്നാണ് പര്യവേഷണങ്ങളിൽ തെളിഞ്ഞത്. 2016 ONGC വിദേശ് ലിമിറ്റഡ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികളുടെ ഒരു കൺസോർഷ്യം റോസ്നെഫ്റ്റിൽ നിന്ന് വാങ്കോർ ഫീൽഡിലെ 29.9% ഓഹരികൾ വാങ്ങി. 48,000 കോടി രൂപയാണ് ഇന്ത്യ ഇതിനുവേണ്ടി മുടക്കിയത്. ഈ ഓഹരിയിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിവർഷം 60 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ലഭിച്ചു. 2014 ക്രിമിയ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ഉപരോധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കരാർ നടന്നത്. യൂറോപ്പ് മൊത്തം എതിർത്തിട്ടും ഇന്ത്യ കരാറുമായി മുന്നോട്ട് പോയി. തങ്ങളിത് മറക്കില്ലെന്നാണ് അന്ന് മോസ്കോയിൽ പുടിൻ പ്രഖ്യാപിച്ചത്. വാങ്കോറിലെ വിജയത്തെ തുടർന്ന് ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ ധൈര്യത്തോടെ കളത്തിലിറങ്ങി. 2017 ONGC വിദേശ് ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോൾ റിസോഴ്സസ് ലിമിറ്റഡ് എന്നിവരടങ്ങുന്ന കൺസോർഷ്യം കിഴക്കൻ സൈബീരിയയിലെ മറ്റൊരു റോസ്നെഫ്റ്റ് ഓപ്പറേറ്റഡ് ആസ്തിയായ താസ് ടൂറിയാക് എണ്ണപ്പാടത്തിൽ 29.9% ഓഹരികൾ വാങ്ങി. വാങ്കോറിനേക്കാൾ ചെറുതാണെങ്കിലും 150 ദശലക്ഷം ടണ്ണിലധികം എണ്ണ ശേഖരം കണക്കാക്കപ്പെടുന്ന ഈ പദ്ധതിക്ക് വലിയ സാധ്യതകളുണ്ടായിരുന്നു. റഷ്യയുടെ കിഴക്കൻ ഹൈഡ്രോ കാർബൺ അതിർത്തിയിൽ ഇന്ത്യൻ സാന്നിധ്യം ഉറപ്പാക്കാൻ ഈ കരാർ കാരണമായി. ഇന്ത്യൻ കമ്പനികളെ റോസ്നെഫ്റ്റുമായി ഈ കരാർ കൂടുതൽ അടുപ്പിച്ചു. അവിടെ തീർന്നില്ല. ആ ദശാബ്ദത്തിലെ ഏറ്റവും നാടകീയമായ മുന്നേറ്റം 2017 നടന്ന റോസ്നെഫ്റ്റ് SR ഓയിൽ കരാറായിരുന്നു. ഇത് ഇന്ത്യയുടെ ഡൗൺസ്ട്രീം മേഖലയിലേക്കുള്ള റഷ്യയുടെ ധീരമായ പ്രവേശനം കൂടിയായി. റോയിയ കുടുംബം സ്ഥാപിച്ച SR ഓയിൽ ഗുജറാത്തിലെ വാഡിനാറിൽ പ്രതിവർഷം 20 ദശലക്ഷം ടൺ ശേഷിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റിഫൈനറികളിൽ ഒന്ന് നിർമ്മിച്ചിരുന്നു. എന്നാൽ 2016ഓടെ SR വലിയ കടബാധ്യതയിലായി. അവർ വിദേശ നിക്ഷേപകരെ തേടി. റോസ്നെഫ്റ്റിന് ഇത് കാത്തിരുന്ന അവസരമാണ്. SRനെ ഏറ്റെടുത്തതിലൂടെ ലോകത്തിലെ അതിവേഗം വളരുന്ന ഊർജ്ജ വിപണികളിലൊന്നായ ഇന്ത്യയിൽ അവർക്ക് മത്സരക്ഷമത ലഭിച്ചു. $13 ബില്യൺ. ഇന്നത്തെ കണക്കിൽ 1,10,000 കോടി രൂപ മൂല്യമുള്ള കരാറാണിത്. റോസ്നെഫ്റ്റ്, അതിന്റെ പങ്കാളികളായ ട്രാഫിഗുര, റഷ്യൻ നിക്ഷേപ ഫണ്ടായ UCP എന്നിവർ ചേർന്ന് SR ഓയിലിന്റെ 49% ഓഹരികൾ ഏറ്റെടുത്തു. തുടർന്ന് കമ്പനിയുടെ പേര് നയാര എനർജി എന്ന് മാറ്റി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു ഇത്. രാജ്യത്തെ റിഫൈനിംഗ് മേഖലയിലെ ഏറ്റവും വലിയ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റും. ആദ്യമായി ഒരു റഷ്യൻ കമ്പനിക്ക് റിഫൈനിംഗ് മാത്രമല്ല, 3,500-ലധികം പെട്രോൾ പമ്പുകളുള്ള നയാര ബ്രാൻഡിന് കീഴിലുള്ള ഇന്ത്യയുടെ റീറ്റെയിൽ ഇന്ധന വിതരണ ശൃംഖലയിലേക്കും പ്രവേശനം ലഭിച്ചു. വാഡിനാറിലെ റിഫൈനറി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ആഭ്യന്തര വിപണികളിലേക്കും കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും പ്രവേശനം സാധ്യമാക്കി. റിഫൈനറിക്ക് ഹെവി റഷ്യൻ ഗ്രേഡ് ക്രൂഡ് ഓയിലുകൾ ഉൾപ്പെടെ വിവിധ ഇനം ക്രൂഡ് ഓയിലുകൾ സംസ്കരിക്കാൻ കഴിയും. ഇത് റഷ്യൻ ക്രൂഡ് ഓയിലിന് ഇന്ത്യയിലേക്ക് ഒരു നേരിട്ടുള്ള ചാനൽ സൃഷ്ടിക്കാൻ സാധ്യത നൽകി. ഈ സുപ്രധാന കരാറുകൾ ഉണ്ടായിരുന്നിട്ടും 2010-2020 കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ നേരിട്ടുള്ള ഇറക്കുമതി കുറവായിരുന്നു. ഇത് മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം 2% മാത്രമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചു. സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളുടെ ചെയിൻ റിയാക്ഷനായിരുന്നു പിന്നീടുണ്ടായത്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, UK, അവരുടെ സഖ്യകക്ഷികൾ എന്നിവർ റഷ്യയ്ക്ക് നേരെ വിവിധ ഉപരോധങ്ങൾ കൊണ്ടുവന്നു. റഷ്യൻ ബാങ്കുകൾക്ക് മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ, സ്വിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നുള്ള ഒഴിവാക്കൽ, റഷ്യൻ എണ്ണ കയറ്റുമതിക്ക് മേൽ വിലക്കുകളും വിലപരിധികളും ഏർപ്പെടുത്തൽ തുടങ്ങി നിരവധി നടപടികൾ. പതിറ്റാണ്ടുകളായി റഷ്യൻ യുറാൽസ് ക്രൂഡിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനമായിരുന്ന യൂറോപ്പ് എണ്ണ വാങ്ങുന്നത് ഘട്ടം ഘട്ടമായി നിർത്തി. പാശ്ചാത്യ ഗവൺമെന്റുകളുടെ സമ്മർദ്ദത്താൽ ഷിപ്പിംഗ് കമ്പനികൾ, ഇൻഷുറൻസ് ദാതാക്കൾ, വ്യാപാരികൾ എന്നിവർ റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്നതിൽ നിന്നുള്ള തങ്ങളുടെ പങ്കാളിത്തവും കുറച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പ്രധാന വിപണിയെന്ന നിലയിൽ യൂറോപ്പിന്റെ ഈ അകൽച്ച റഷ്യയിൽ തന്ത്രപരമായ ഒരു അനിവാര്യത സൃഷ്ടിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങൾ അധികം ബാധിക്കാത്ത മറ്റു ഉപഭോക്താക്കളിലേക്ക് എണ്ണ തിരിച്ചുവിടുക. ഏഷ്യ, പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യയും ഇതിനുള്ള വ്യക്തമായ മാർഗങ്ങളായി മാറി. കാരണം ഇരു രാജ്യങ്ങൾക്കും അമേരിക്കയെയും യൂറോപ്പിനെയും ഭയമില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെയും ചൈനയെയും നേരിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല.
അങ്ങനെ കയറ്റുമതി വരുമാനം നിലനിർത്താനും ഉൽപ്പാദനം തുടരാനും വേണ്ടി റഷ്യ തങ്ങളുടെ പ്രധാന ഉൽപ്പന്നങ്ങളായ യുറൽസ് ഗ്രേഡിനും മറ്റ് ക്രൂഡ് ഇനങ്ങൾക്കും വലിയ കിഴിവുകൾ നൽകാൻ തുടങ്ങി. മുൻപ് റോട്ടർഡാം, ട്രൈസ്റ്റേ, ഹാംബർഗ് എന്നിവിടങ്ങളിലെ റിഫൈനറികളിലേക്ക് പോയിരുന്ന അതേ എണ്ണക്കപ്പലുകൾ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യ പ്രതിദിനം 5 ദശലക്ഷം ബാരലിലധികം എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുകയാണ്. ഊർജ്ജ സുരക്ഷ ഒരു സാമ്പത്തിക ആവശ്യകതയും രാഷ്ട്രീയപരമായ വിഷയവുമാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ ബ്രെന്റ് വിലയേക്കാൾ $20 മുതൽ $30 വരെ കിഴിവിൽ ലഭ്യമായപ്പോൾ ഇന്ത്യൻ റിഫൈനറികൾ അതിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞു. യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യൻ ഇറക്കുമതിയുടെ 2% താഴെ മാത്രമായിരുന്നു റഷ്യൻ എണ്ണയുടെ പങ്ക്. പ്രധാനമായും ലോജിസ്റ്റിക് തടസ്സങ്ങളായിരുന്നു ഇതിന് കാരണം. റഷ്യയുടെ ബാൾട്ടിക്, കരിങ്കടൽ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യൻ റിഫൈനറികളിലേക്കുള്ള ദീർഘമായ കടൽ യാത്ര അടുത്തുള്ള മിഡിൽ ഈസ്റ്റേൺ വിതരണക്കാരിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ലാഭമെന്ന ചിന്തയുണ്ടാക്കി. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്മാറ്റം, റഷ്യയുടെ വലിയ ഡിസ്കൗണ്ട് റേറ്റുകൾ, നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായി വികസിച്ച വലിയ സൗഹൃദം എന്നിവ ഒരുമിച്ച് ചേർന്നപ്പോൾ പന്ത് തങ്ങളുടെ കോർട്ടിലാണെന്ന് ഇന്ത്യ തിരിച്ചറിയുകയായിരുന്നു. 2022 പകുതിയോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയ ഇന്ത്യൻ റിഫൈനറികൾ വലിയ അളവിൽ യുറാൾസ് ഗ്രേഡ് ക്രൂഡ് വാങ്ങാൻ തുടങ്ങി. റഷ്യയുടെ റോസ്നെഫ്റ്റിന് കാര്യമായ ഓഹരിയുള്ള ഇന്ത്യൻ റിഫൈനിംഗ് കമ്പനിയായ നയാര എനർജിയും ഇതിനോട് ചേർന്നു. ഈ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ഇന്ത്യയെ റഷ്യയുടെ എണ്ണ കയറ്റുമതി തന്ത്രത്തിന്റെ ഒരു പ്രധാന തൂണാക്കി മാറ്റി. ഈ മാറ്റത്തിന്റെ വ്യാപ്തി കണക്കുകളിൽ വ്യക്തമായിരുന്നു. 2021 ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ 1.5 മുതൽ 2% വരെ മാത്രമാണ് റഷ്യ നൽകിയിരുന്നത്. 2022 അവസാനത്തോടെ ഈ കണക്ക് വലിയ തോതിൽ ഉയർന്നു. 2023 തുടക്കത്തിൽ ഇറാഖിനെയും സൗദി അറേബ്യയെയും മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി. അതിന്റെ ഉച്ചസ്ഥായിയിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 35 മുതൽ 40% വരെ റഷ്യൻ എണ്ണയാണ്. ഇതിനി ട്രംപിന്റെ മുതുമുത്തച്ഛൻ വിചാരിച്ചാലും തിരുത്തിക്കുറിക്കാനാവാത്ത റെക്കോർഡാണ്. ഈ മാറ്റം വെറുമൊരു കണക്ക് മാത്രമല്ല, ഇന്ത്യൻ ഇറക്കുമതി നയത്തിന്റെ പൂർണ്ണമായ പുനഃസംഘടനയാണിത്. പതിറ്റാണ്ടുകളായി ഇറാഖായിരുന്നു ഇന്ത്യയുടെ 1-ാം നമ്പർ വിതരണക്കാരൻ, തൊട്ടുപിന്നാലെ സൗദി അറേബ്യയും. ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ അവരുടെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യം കൊണ്ടും ദീർഘകാല ബന്ധങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ജിയോ പൊളിറ്റിക്സിൽ 5 വർഷം കൊണ്ട് സംഭവിച്ച മാറ്റങ്ങൾ മൂലമാണ് ഈ വിതരണക്കാരെ പെട്ടെന്ന് റഷ്യക്ക് മറികടക്കാനായത്. ഈ വ്യാപാരമാറ്റത്തിന്റെ കേന്ദ്രബിന്ദു യുറാൾസ് ക്രൂഡ് ആയിരുന്നു. റഷ്യയുടെ പ്രധാന കയറ്റുമതി ഗ്രേഡാണ് യുറാൾസ് ഗ്രേഡ്. ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയിൽ റിലയൻസിനും വാഡിനാറിലെ നയാരയ്ക്കും എളുപ്പത്തിൽ ശുദ്ധീകരിക്കാനാവുന്ന ഗ്രേഡാണിത്. ലോകത്തിലെ ചെറുകിട ഇടത്തരം റിഫൈനറികൾക്കൊന്നും യുറാൾസ് ഗ്രേഡ് ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് പെട്രോളും ഡീസലും ഒന്നും ഉണ്ടാക്കാനാകില്ല. അത്രയ്ക്ക് ഹെവിയാണ് കൊഴുത്ത കഞ്ഞി പോലിരിക്കുന്ന ഈ ക്രൂഡ് ഓയിൽ. എന്നാലും ഈ വഴിതിരിച്ചുവിടൽ ലോജിസ്റ്റിക്കിൽ നിരവധി വെല്ലുവിളികൾ കൊണ്ടുവന്നു. നിലവിൽ റഷ്യൻ ഇന്ത്യൻ ഓയിൽ ടാങ്കറുകൾ വളരെ ദൈർഘ്യമേറിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. റഷ്യയുടെ പ്രിമോർസ്ക്, ഉസ്ലൂഗ തുടങ്ങിയ ബാൾട്ടിക് തുറമുഖങ്ങളിൽ നിന്നോ നോവോറോസിയസ്ക് പോലുള്ള കരിങ്കടൽ ടെർമിനലുകളിൽ നിന്നോ എടുക്കുന്ന എണ്ണ യൂറോപ്പും ആഫ്രിക്കയും ചുറ്റിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തുന്നത്. റഷ്യയുടെ ആർട്ടിക്, ഫാർ ഈസ്റ്റേൺ തുറമുഖങ്ങളിൽ നിന്ന് വരുന്ന എണ്ണ സുയസ് കനാൽ വരെ ചുറ്റിയാണ് ഇന്ത്യയിലെത്തുക. യുദ്ധ ഉപരോധങ്ങളും റഷ്യൻ എണ്ണയ്ക്കുള്ള സഞ്ചാര വിലക്കുമാണ് കാരണം. ഈ യാത്രാക്കൂലി ലാഭിക്കാൻ റഷ്യ ഉയർന്ന ചരക്ക് കൂലിക്ക് പകരമായി ഡിസ്കൗണ്ടുകൾ നൽകുന്നത് തുടരുന്നു. മറ്റൊരു ലോജിസ്റ്റിക്കൽ രീതിയും ഇതിനിടെ പരീക്ഷിക്കപ്പെട്ടു. കടലിന് നടുവിൽ വെച്ചുള്ള ടാങ്കർ ടു ടാങ്കർ, ഷിപ്പ് ടു ഷിപ്പ് എണ്ണ കൈമാറ്റമാണിത്. ഗ്രീസിന്റെ തീരത്തോ കാനറി ദ്വീപുകൾക്ക് സമീപമോ ഉള്ള ന്യൂട്രൽ സമുദ്രാതിർത്തിയിൽ വെച്ചാണ് ഇത് സാധാരണയായി നടക്കുന്നത്. റഷ്യൻ ടാങ്കറുകൾ ഇന്ത്യൻ ടാങ്കറുകളിലേക്ക് കടലിന് നടുവിൽ വെച്ച് തന്നെ എണ്ണ പമ്പ് ചെയ്യും. ഇൻവോയ്സും കൈമാറുന്നതോടെ അത് ഇന്ത്യൻ എണ്ണയായി. റഷ്യൻ എണ്ണയ്ക്ക് മാത്രമേ യാത്രാവിലക്കുള്ളൂ. ഇന്ത്യൻ എണ്ണ ആരും തടുക്കില്ല. ഈ പുതിയ എണ്ണബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്ന് ഇന്ത്യ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയായി എന്നതാണ്. ഇന്ത്യൻ റിഫൈനറികൾ റെക്കോർഡ് അളവിൽ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്യുകയും അത് ഡീസൽ, ജെറ്റ് ഇന്ധനം, ഗ്യാസോലിൻ പോലുള്ള ഇന്ധനങ്ങളായി സംസ്കരിക്കുകയും തുടർന്ന് ഈ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണികളിലേക്ക് നേരിട്ടുള്ള റഷ്യൻ ഇറക്കുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ചില പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുമതി ചെയ്യുകയും ചെയ്തു. യൂറോപ്പിനെയും അമേരിക്കയും വിരൽ പിടിപ്പിക്കാൻ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. ഈ റിഫൈനറി ആർബിട്രേജ് ഇന്ത്യയെ ഒരു നിർണായക ഇടനിലക്കാരനാക്കി മാറ്റി. ഉദാഹരണത്തിന്, റഷ്യൻ ക്രൂഡിനെ നേരിട്ട് ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിച്ച യൂറോപ്പ് റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച ഡീസൽ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള വിമാന ഇന്ധനം നിർമ്മിക്കുന്നത് ഇന്ത്യയാണ്, റിലയൻസ് ആണ്. ഇന്ത്യ റഷ്യയ്ക്ക് എങ്ങനെ എണ്ണയുടെ പണം നൽകുമെന്നത് വലിയ ചോദ്യമായിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ മൂലം പരമ്പരാഗത എണ്ണ വ്യാപാര കറൻസിയായ $ഡോളറിലുള്ള ഇടപാടുകൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇത് മറികടക്കാൻ ഇന്ത്യയും റഷ്യയും മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങൾ ആലോചിച്ചു. UAE ദിർഹം, ചൈനീസ് യുവാൻ, ഇന്ത്യൻ രൂപ എന്നിവ പോലുള്ള കറൻസികൾ ഉപയോഗിക്കുക എന്നതാണ് ആദ്യം പരിഗണിച്ചത്. ഇന്ത്യയിലേക്കുള്ള പല റഷ്യൻ എണ്ണക്കപ്പലുകൾക്കുമുള്ള പണം ദുബായ് ആസ്ഥാനമായുള്ള ഇടനിലക്കാർ വഴി ദിർഹത്തിലാണ് ആദ്യകാലത്ത് തീർപ്പാക്കിയത്. ചിലപ്പോൾ ബാർട്ടർ ശൈലിയിലുള്ള ക്രമീകരണങ്ങളും നടന്നു. റഷ്യൻ എണ്ണയ്ക്ക് പകരമായി ഇന്ത്യ തുകൽ ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക്സും റഷ്യക്ക് നൽകി.
ഇന്ത്യയും റഷ്യയുമായുള്ള ഈ ചങ്ങാത്തം ആദ്യം മുതലേ യൂറോപ്പിനും അമേരിക്കയ്ക്കും രസിക്കുന്നുണ്ടായിരുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയെ പരസ്യമായി അപലപിക്കണമെന്ന് ഇന്ത്യയോട് ഇവർ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ വഴങ്ങിയില്ല. വികസ്വര രാജ്യമായതിനാൽ അടിയന്തര ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് വൻതോതിൽ ഡിസ്കൗണ്ട് നൽകുന്ന റഷ്യൻ വിതരണക്കാരെ അവഗണിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരമായി വാദിച്ചു. റഷ്യൻ എണ്ണ മുടക്കാൻ അമേരിക്കയും യൂറോപ്പും പല വിദ്യകളും പയറ്റി. ഇന്ത്യക്ക് വേണ്ടി റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് പാശ്ചാത്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻഷുറൻസ് ലഭ്യമല്ലാതായി. റഷ്യൻ മാഫിയകളാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അവർ ആയിരക്കണക്കിന് കപ്പലുകളുടെ ഒരു നിഴൽ വ്യൂഹം അഥവാ ഷാഡോ ഫ്ലീറ്റ് സജ്ജമാക്കി ഇന്ത്യയിലേക്ക് എണ്ണയൊഴുക്കി. ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ് പോയിട്ട് പരിസ്ഥിതി ഫിറ്റ്നസ് പോലും ഉണ്ടായിരുന്നില്ല. ഇവയെല്ലാം കള്ളക്കടത്ത് കപ്പലുകളായിരുന്നു. അതേസമയം ഇത്തരത്തിലുള്ള ചരക്ക് നീക്കങ്ങൾ ഗുരുതരമായ പരിസ്ഥിതി ആശങ്കകളും ഉയർത്തി. ഇന്ത്യയെ നേരിട്ട് എതിർക്കാൻ മടിച്ച അമേരിക്കയും യൂറോപ്പും നിഴൽ യുദ്ധം തുടർന്നു. ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ വിദേശ രാജ്യങ്ങളിൽ ആക്രമണം പതിവായി. അവസരവാദികളെന്ന് ആക്ഷേപിച്ചാണ് ഇപ്പോഴും ഇന്ത്യക്കാർ മിക്ക രാജ്യങ്ങളിലും ആക്രമിക്കപ്പെടുന്നത്. ഇന്ത്യക്ക് റഷ്യൻ ക്രൂഡ് എത്തിച്ചു നൽകുന്ന കപ്പലുകളെയും ഷിപ്പിംഗ് കമ്പനികളെയും ഇടനിലക്കാരെയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിട്ടു. ഇവരുടെ ലൈസൻസ് റദ്ദാക്കി. ചില കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പിന്മാറി. ഉപരോധങ്ങൾ കർശനമാക്കിയപ്പോഴെല്ലാം റഷ്യൻ ക്രൂഡിന്റെ ഇന്ത്യൻ ഇറക്കുമതിയിൽ ചെറിയ കുറവുകളുണ്ടായി. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് ശക്തമായി തുടരുന്നു. ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ഊർജ്ജ പങ്കാളിത്തം നിലനിർത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും ദൃഢനിശ്ചയമാണ് ഇത് കാണിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് ചെറിയ വിലയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൽകാനും സമ്പദ്വ്യവസ്ഥ പിടിച്ചു നിർത്താനുമുള്ള ശ്രമം. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്താണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ നടത്തുന്നത് എന്ന് അദ്ദേഹം അധിക്ഷേപിക്കുന്നു. എന്നാൽ കാലം മാറിയതറിയാതിരിക്കുന്നത് അദ്ദേഹം മാത്രമാണ്. അമേരിക്ക നയിക്കുന്ന ഏകധ്രുവ ലോകമെന്ന സങ്കല്പം എന്നെ അസ്തമിച്ചു കഴിഞ്ഞു. ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് പകുതിയിൽ കൂടുതലുള്ള ഇന്ത്യ റഷ്യ ചൈന ബാന്ധവം പുതിയ ഉയരങ്ങൾ തേടുകയാണ്. ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ ചൈനീസ് രാഷ്ട്ര നേതാക്കളുമായി ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു.